നമുക്ക് കിരണിന്റെ കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന സരയുവിനോട് കിരൺ പറഞ്ഞു, കല്യാണിക്ക് നാളെ മുതൽ നടക്കാൻ പോണെന്നാണ് വാശി. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സരയു പറഞ്ഞു, അല്ല അതിപ്പോ വേണോന്ന് ചോദിച്ചു. കിരൺ പറഞ്ഞു, കുറച്ച് പേര് പറഞ്ഞു ഇപ്പൊ പോണ്ട, കാരണം വിക്രം പുറത്തിറങ്ങിയിരിക്കുമല്ലേ, പരോളിന് ഇറങ്ങിയിരിക്കുമല്ലേ, അപ്പൊ അപകടമൊക്കെ ഉണ്ടാവും പറഞ്ഞു. പക്ഷെ കല്യാണിക്കൊരു ഭയമില്ല. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സരയു പറഞ്ഞു, അല്ല പേടിക്കേണ്ട ആൾക്കാരെ പേടിച്ചില്ലേ മതിയാവുള്ളൂ എന്ന് ചോദിച്ചു. സരയോ, അങ്ങനെ ഞാനും അല്ലേ പേടിച്ച് മാളത്തിൽ ഒളിച്ചിരിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഒരിക്കലും ഇല്ല. അവൻ എന്താ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യട്ടെ, അവൻ അങ്ങനെ ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. ആ കാര്യത്തിൽ എനിക്കൊരു പേടിയില്ല എന്ന് പറഞ്ഞു. സരി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കിരണിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യ, നീയും കൂടെ പോരെ ഞങ്ങളോടൊപ്പം, നിനക്ക് ഈടെയായിട്ട് ഇത്തിരി തടി കൂടുന്നുണ്ടെന്ന് പറഞ്ഞു. സരി പറഞ്ഞു, ശരി ഞാനും വന്നേക്കാന്ന് പറഞ്ഞു. അങ്ങനെ സരി അങ്ങോട്ടേക്ക് പോയി. പിന്നീട് സരി വിക്രത്തെ പോയി കാണുവാണ്. വിക്രത്തെ കാണുന്ന സമയത്ത് വിക്രത്തോട് പറഞ്ഞു, എടാ നാളെ രാവിലെ ഒരു 6-6:30 സമയത്ത് കല്യാണിന്റെ ഒക്കെ വീടിന്റെ അടുത്തുള്ള ഗ്രൗണ്ടില്ലേ, അവിടെ ഞങ്ങൾ നടക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഉറപ്പാണോന്ന് ചോദിച്ചു. ഉറപ്പായിട്ടുള്ള കാര്യമാ, ഞാനും ഉണ്ട്, കിരണും കല്യാണിയുണ്ട്, ആ കൂടെ തന്നെ ഞാനും ഉണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, നാളെ നീ നിന്റെ കർത്തവ്യം നിർവഹിക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോ വിക്രം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറഞ്ഞു. നീ പേടിക്കൊന്നും വേണ്ട, അതിനുള്ള ആയുധമൊക്കെ ഞാൻ കൈ കരുതിയിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ബാഗ് തുറന്നിട്ട് അതിനകത്തുനിന്ന് ഒരു തോക്കെടുത്ത് വിക്രത്തിന്റെ കയ്യിലേക്ക് കൊടുത്തു. വിക്രത്തിന്റെ കണ്ണുകളൊക്കെ ഒന്ന് തടങ്ങി. അപ്പോഴേക്കും സരി പറഞ്ഞു, ഇത് മതി, കാരണം കത്തിയും കൂടെ നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല, ഇതുപോലെയുള്ള ആയുധങ്ങൾ ഉണ്ടെങ്കിലോ കാര്യമുള്ളൂ. അങ്ങനെ വിക്രം ആ തോക്ക് വാങ്ങിയിട്ട് നോക്കണം. ഇതിനകത്ത് ബുള്ളറ്റ് ഉണ്ടല്ലോ. 5-6 ബുള്ളറ്റ് ഉണ്ട്, 5-6 പേരെ തീർക്കാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞു. വിക്രം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നാളെ ഞാൻ കല്യാണി ആദ്യം അങ്ങ് തീർക്കും, പിന്നെ കാർത്തികേനെ പരോളിന് ഇറങ്ങിയേക്കുവാണെങ്കിലും ഒളിവിൽ പോകാതിരിക്കാൻ പറ്റില്ല, പിന്നെ ഞാൻ ഒളിവിൽ പോയിക്കോളാം. പിന്നെ നീ എന്റെ കാര്യം ഓർത്ത് ടെൻഷൻ ഒന്നും അടിക്കണ്ട കേട്ടോ. കാര്യം എന്താന്ന് വെച്ചാലുണ്ടല്ലോ, ഇനി എങ്ങാനും പിടിക്കപ്പെട്ടാൽ പോലും ഞാൻ ഒരു കാരണവശാലും നിന്റെ പേര് പറയുന്നില്ല, നിനക്ക് ഇതിനകത്ത് പങ്കുണ്ടെന്നുള്ള കാര്യം പറയത്തേ ഇല്ല, നീ ധൈര്യമായിട്ട് ഇരുന്നോളാൻ പറഞ്ഞു. സരിയെ പറഞ്ഞു, അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞതുപോലെ അറിയാലോ, നാളെ ഗ്രൗണ്ടിൽ വരണ സമയത്ത് ഞാൻ കിരണിനെ പതുക്കെ കല്യാണിന്റെ അടുത്തൊന്ന് മാറ്റിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ വിക്രത്തിന് സന്തോഷമായി. പിന്നീട് കിരണും കല്യാണിയും സരയും കൂടെ നടക്കാനായിട്ട് പോകുവാണ്. നടക്കാൻ പോകുന്ന സമയത്ത് കിരൺ സരയുനോട് പറഞ്ഞു, സരയു നന്നായിട്ട് നടന്നു, നിന്റെ തടി കുറച്ച് കുറയട്ടെ, നിനക്ക് നന്നായിട്ട് തടി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. കല്യാണി പറഞ്ഞു, അതൊക്കെ ശരിയാവും സരയു, കുറച്ച് കഴിയുമ്പോഴത്തേനും അതൊക്കെ ശരിയായോ എന്ന് പറഞ്ഞു. ആ സമയത്താണ് വിക്രം അങ്ങോട്ടേക്ക് ബൈക്ക് വരുന്നത്. വിക്രം വന്നിട്ട് ഇറങ്ങി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും 3 പേരും കൂടെ നടന്നു പോകുന്നു. പെട്ടെന്ന് വിക്രം തോക്കൊക്കെ എടുത്ത് ഉന്നം പിടിക്കുകയാണ്. ഈ സമയത്ത് കിരൺ പറഞ്ഞു, അച്ഛനും അമ്മയൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ ആകെപ്പാടെ പ്രശ്നം ഉണ്ടാക്കി. നടക്കാൻ പോകുന്ന കാര്യം പറഞ്ഞപ്പോ ഒരുത്തന് പരോളിന് ഇറങ്ങിയേക്കുമല്ലേ, അവർക്കൊക്കെ നല്ല ഭയം ഉണ്ടെന്ന് പറഞ്ഞു. സരയെ പറഞ്ഞു, അത് ശരിയാ, ആ വിക്രം എപ്പോഴും ഏത് സമയത്ത് ഇങ്ങോട്ടേക്ക് വരാന്നേന്ന് അറിയില്ല എന്ന് പറഞ്ഞു. എന്തിന്, നമ്മൾ എന്തിനാ അവനെ പേടിക്കണമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും കല്യാണിയെ ഷൂട്ട് ചെയ്യാണ് വിക്രം അവിടെ വന്നിട്ട്. കല്യാണി താഴെ വീണു. അമ്മയെന്നും പറഞ്ഞിട്ട് അലറി വിളിച്ച് കല്യാണി താഴെ വീണുവാണ്. ആ സമയത്ത് കിരൺ കട്ടിലെ ചാടി എഴുന്നേറ്റിരുന്ന് ചിരിക്കുവാണ്. കൂട്ടുകാർ ചോദിച്ചു, എന്താടാ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ അത് കിരണല്ല സോറി വിക്രമാണ് ചാടി എഴുന്നേറ്റ് ചിരിക്കുന്നത്. അപ്പത്തേക്കും കൂട്ടുകാർ ചോദിച്ചു, എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു. അവള് തീർന്നെന്ന് പറഞ്ഞു. അപ്പൊ അത് വിക്രത്തിന്റെ ഒരു സ്വപ്നമായിരുന്നു, താൻ ഷൂട്ട് ചെയ്യുന്നത് അവള് കല്യാണി മരിക്കുന്നതൊക്കെ ആയിട്ട് കണ്ടതല്ല. വിക്രത്തിന്റെ സന്തോഷം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കൂട്ടുകാരന്മാര് പറഞ്ഞു, എടാ നീ ഒരു സ്വപ്നമല്ലേ കണ്ടെന്ന് ചോദിച്ചു. സ്വപ്നമാണെങ്കിലും എടാ സ്വപ്നത്തിൽ അത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സുഖം ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ ആ കല്യാണി എന്ന് പറയുന്നവളെ ഷൂട്ട് ചെയ്തു, പിന്നീട് കിരണിനെ ഷൂട്ട് ചെയ്തു, 2 ഞാൻ തീർത്തെന്ന് പറഞ്ഞു. എന്ത് സന്തോഷമായിരുന്നു അറിയാം എനിക്ക്. ആ സമയത്ത് ഒരുത്തൻ പറഞ്ഞു, എടാ അതൊക്കെ യാഥാർത്ഥ്യമാവണമെന്ന് പറഞ്ഞു. യാഥാർത്ഥ്യമാക്കും, ഇന്ന് കണ്ടു, നിങ്ങൾ കാണാൻ പോകുന്നുള്ളൂ. ഒന്നിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. രാഹുൽ അങ്കിൾ ഈ പറയുന്ന കല്യാണി തീർക്കുമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അങ്കിളിന്റെ കയ്യിലെ തോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, കടാരേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അന്ന് തോക്ക് കയ്യിലുണ്ടായിരുന്നെങ്കിൽ അങ്കിൾ ഉറപ്പായിട്ടും തീർത്താനും. ആ കുത്തിയ സമയത്ത് ഷൂട്ട് ചെയ്യുമായിരുന്നെങ്കിൽ അവള് തീർന്നു പോയെന്ന് പറഞ്ഞു. അന്ന് അവള് രക്ഷപ്പെട്ടു. പക്ഷെ ഇനി അങ്ങനെ ഉണ്ടാവാൻ പാടില്ലെന്ന് പറഞ്ഞു. ഈ പറയുന്ന കിരണിനെയും കല്യാണിയും ഒക്കെ തീർത്തിട്ട് ഞാൻ പ്രശസ്തനാവൂടാ. എൻ്റെ അച്ഛനും അമ്മൂമ്മയൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന കാര്യം ഞാൻ പ്രശസ്തനാവണമെന്ന്. ഇങ്ങനെയാണെങ്കിലും പ്രശസ്തനാവാൻ പറ്റൂലോ, ടിവിയിലും അതുപോലെ പത്രത്തിനൊക്കെ എന്നെക്കുറിച്ച് തന്നെയായിരിക്കും ഇനി പറയാനായിട്ട് പോന്നെ. അങ്ങനെ ഒരു കാര്യമാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു. അത് വേണം. അത് കേട്ടപ്പോൾ കൂട്ടുകാരന്മാർ പറഞ്ഞു, അതത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ലെന്ന് അറിയാലോ, ഗംഗാപ്രസാദിനെ പോലെയുള്ള ഒരു കൊടും ക്രിമിനലെ തീർത്തവനാണ്
കിരണ അവൻ അതിനുള്ള ആരോഗ്യമുണ്ട്. എങ്ങാനും അവന്റെ കൈ നീ പെട്ടിട്ടുണ്ടെങ്കിൽ എടാ അങ്ങനെയൊന്നും സംഭവിക്കത്തൊന്നുമില്ല. ഹ, അത് വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ഞാൻ തീർക്കാനായിട്ട് പോന്നെ. അതുകൊണ്ട് ആ കാര്യം ഓർത്തിട്ടൊന്നും എനിക്കൊരു ടെൻഷനും ഇല്ലടാ. ഇന്നൊരു ദിവസത്തോടെ കഴിഞ്ഞോട്ടെ, നാളെ എന്താ സംഭവിക്കുന്നതെന്ന് നീയൊക്കെ കാത്തിരുന്ന് കണ്ടോളാൻ പറഞ്ഞു. ഭയങ്കര സന്തോഷത്തിലായിരുന്നു വിക്രം. പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം സരി രാവിലെ കണ്ണാടിക്ക് മുന്നിൽ ഒരുങ്ങുവാണ്. ഇനി നന്നായിട്ടൊക്കെ ഒരുങ്ങണം. കാരണം താന് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരാളുടെ മുന്നിലേക്കല്ലേ പോകുന്നത്, കിരണിന്റെ മുന്നിലേക്ക്. ഇനി അവനെ തനിക്ക് സ്വന്തമായിട്ട് പോകുക. ഇന്നൊരു ദിവസത്തോടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ തൻ്റേത് മാത്രമായിരിക്കും. അങ്ങനെയൊക്കെ വിചാരിച്ച് സരിയു നന്നായിട്ട് ഒരുങ്ങി ഹാളിലേക്ക് വരുമ്പോഴത്തേനും ചായയൊക്കെ ആയിട്ട് താരയും കൂടെ വന്നു. താര ചായയായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും സരി വെച്ചു, എന്തിനാ എനിക്ക് ചായ? ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് ചായ വേണമെന്ന്. അല്ല മോളെ, ചായ കുടിച്ചിട്ട് ഇപ്പൊ എനിക്ക് ചായ വേണ്ട. അതെ, ഞാന് പുറത്തൊന്ന് നടക്കാനായിട്ട് പോകാന്ന് പറഞ്ഞു. പിന്നെ എന്നോടൊപ്പം കിരണും കല്യാണിയും ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ താരയുടെ സംശയത്തോടു കൂടി നോക്കണേ. എന്താമ്മേ, എന്താ ഇങ്ങനെ നോക്കണെന്ന് ചോദിച്ചു. അല്ല മോളെ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ താര ഇങ്ങനെ സംശയപ്പെട്ട് നിൽക്കുകയാണ്. അമ്മേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അമ്മയുടെ മനസ്സിലെ സംശയങ്ങളും കാര്യങ്ങളും എന്താന്ന് എനിക്ക് മനസ്സിലായി. ആരോടെങ്കിലും എന്തേലും പറയണം തോന്നുന്നുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് തന്നെ നിർത്തിയാരെ. അങ്ങനെ എന്തേലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചൊരു പുരുഷനാണ് കിരണം. പക്ഷെ അവൻ എനിക്ക് കിട്ടിയില്ല. മുമ്പ് ഞാൻ പഠിക്കാൻ പോയ സമയത്ത് അവനെ ഞാൻ എപ്പോഴും വിളിക്കുമായിരുന്നു. എനിക്ക് അവനോട് പ്രണയമായിരുന്നു. പക്ഷേ എങ്കിൽ എൻ്റെ പിടിവാശി എല്ലാം കൊണ്ടാന്ന് തോന്നേ അവനോട് എന്നോട് താല്പര്യം ഇല്ലായിരുന്നു തോന്നേ. അവൻ എന്നിട്ട് കല്യാണിയെ പ്രേമിച്ച് കല്യാണം കഴിച്ചു. ഞാൻ എത്രമാത്രം വേദനിച്ചെന്നറിയാവോ? എൻ്റെ നെഞ്ചു പൊട്ടിപ്പോയ നിമിഷങ്ങളായിരുന്നു അന്നൊക്കെ. ഒടുവില് എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാതിരുന്ന നിമിഷത്തിലാ മനോഹരന്റെ ജീവിതത്തിലേക്ക് വന്നേ. പക്ഷെ ഇപ്പൊ വീണ്ടും എനിക്കൊരു ചാൻസ് കിട്ടിയിരിക്കുക അവനെ സ്വന്തമാക്കാനായിട്ട്. ഞാൻ അവനെ സ്വന്തമാക്കുക തന്നെ ചെയ്യും. ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. എൻ്റെ കൺമണി മോൾക്ക് അവൻ അച്ഛനായി കഴിഞ്ഞപ്പോ ഇനിയിപ്പോ എല്ലാ രീതിയിലും അവൻ അച്ഛനാവണം. എൻ്റെ ഭർത്താവാണോ അവന്. അതിനുവേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. കല്യാണം തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതധികം വൈകാതെ നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ടാണ് സരിയു ഇറങ്ങുന്നത്. താരയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ സമയത്ത് കിരണും കല്യാണിയും കൂടെ നടക്കാൻ റെഡിയായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങണം. ആ സമയം രതീഷും കാദംബരിയും കൂടെ അങ്ങോട്ട് വന്നു. കാദംബരി ചോദിച്ചു, അല്ല കല്യാണി നീ ഇതെങ്ങോട്ടാ? ഞങ്ങൾ രണ്ടും കൂടി ഒന്ന് നടക്കാൻ പോവാന്ന് കിരൺ പറഞ്ഞു. ഇവിടെ എത്ര ദിവസം എന്ന് വെച്ചാൽ അകത്തിരിക്കുന്നേ, ഇവൾക്ക് ബോറടിക്കാൻ തുടങ്ങിയെന്ന്. ഇവളെ ആ ഗ്രൗണ്ടിൽ ഒന്ന് കൊണ്ടുപോയി നടത്താന്ന് വിചാരിച്ചു. അപ്പോഴേക്കും രതീഷ് ചോദിച്ചു, അതിന്റെ ആവശ്യമുണ്ടോ കിരൺ സാറേ? ആ വിക്രം എന്ന് പറയുന്ന ഒരുത്തൻ പുറത്തിറങ്ങിയിരിക്കല്ലേ, അവൻ ചിലപ്പം വരാൻ ചാൻസ് ഉണ്ട്. അവനെ നമ്മൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അതൊന്നും എനിക്ക് ഓർത്ത് ഒരു പേടിയില്ല രതീഷെ. എന്തിനാ പേടിക്കുന്നേ? അവനെ പേടിച്ച് നമുക്ക് ഒളിച്ചിരിക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് ചോദിച്ചു. കല്യാണി പറഞ്ഞു, പിന്നെ സരിയോ നടക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അവളോ? അപ്പോഴേക്കും അവിടെ ഒരു കാറ് വന്നിരുന്നേ. അതിനകത്തുനിന്ന് സരിയോ ഇറങ്ങി അങ്ങോട്ട് കയറി വന്നു. സരിയോ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കാദംബരി പറഞ്ഞു, ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചു. വേണ്ടാന്ന് പറഞ്ഞു. അല്ല ഇപ്പൊ കഴിക്കാനായിട്ട് കല്യാണി പറഞ്ഞു, ഞങ്ങൾ വരുമ്പോഴത്തേനും കഴിക്കാൻ തയ്യാറാക്കി വെച്ചേരാ കാദംബരി ചേച്ചി എന്ന് പറഞ്ഞു. സരി പറഞ്ഞു, വേണ്ട, എനിക്ക് വേണ്ടി അമ്മ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കഴിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് സങ്കടമാവും. അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയി കഴിക്കത്തോളം എന്ന് പറഞ്ഞു. എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിച്ചു. അങ്ങനെ അവര് നടക്കാനായിട്ട് അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് രതീഷിന് നല്ല സംശയം. രതീഷ് കാദംബരി വിളിച്ചു, അല്ല കാദംബരി ഇവളെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിച്ചു. നടക്കാനായിട്ട് കല്യാണിയെ നടത്താൻ കൊണ്ടാനായിട്ട് ഇവൾക്ക് വരേണ്ട കാര്യമുണ്ടോന്ന് ചോദിച്ചു. കാദംബരി പറഞ്ഞു, അതാ ഞാനും ആലോചിക്കണേ. എന്താ കാര്യം എന്നൊന്നും മനസ്സിലായില്ലോ, എന്തോ ഉണ്ട്. അല്ല കാദംബരി നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അന്ന് ഈ പറയുന്ന സരിയു ഒരു പ്ലാൻ വരച്ചിട്ടുണ്ടായിരുന്നു ഒരു പുതിയ സൈറ്റിൽ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ സൈറ്റിലേക്ക് കിരണും കല്യാണിയും കൂടെ പോകുന്ന സമയത്തല്ലേ അപകടം ഉണ്ടായത്. ഒരു പക്ഷേങ്കില് ഇന്നും അങ്ങനെ എന്തേലും ആണോ? ഇവളിനി നടക്കാനായിട്ട് വന്ന് വിളിച്ചോണ്ട് പോകുന്നുണ്ട്. എന്തേലും അപകടം ഉണ്ടാവുമെന്ന് ചോദിച്ചു. കാദംബരി പറഞ്ഞു, എനിക്ക് നല്ല പേടിയുണ്ട് രതീഷ് ചേട്ടാന്ന് പറഞ്ഞു. അവർക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു. സരിവിൽ അവർക്ക് അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് വിക്രം തോക്കൊക്കെ എടുത്തിട്ട് അതൊക്കെ ഒന്ന് തൂത്തുടച്ച് ഇങ്ങനെ കൈ പിടിച്ചത്തേക്ക് നോക്കണം. ഇന്നത്തോടുകൂടി അവളുടെ കഥ താൻ കഴിക്കും. ആ സമയത്ത് പ്രകാശൻ അങ്ങോട്ട് പാത്തും പതുങ്ങിയും വരുന്നേ. പ്രകാശം വരുന്ന വിക്രം ഒട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. വിക്രത്തിന്റെ മനസ്സിൽ കല്യാണം തീർക്കണമെന്നൊരു ചിന്ത മാത്രമായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.